ഇരു കൈകളും ബന്ധിച്ച് വേമ്പനാട്ട് കായലിൻ്റെ 11 കിലോമീറ്റർ ദൂരം നീന്തിക്കടന്ന് ചരിത്രം സൃഷ്ടിച്ച് 7ാം ക്ലാസ് വിദ്യാർത്ഥി. വേമ്പനാട്ട് കായലിൻ്റെ 11 കിലോമീറ്റർ ദൂരം ഇരു കൈകളും ബന്ധിച്ച് നീന്തിക്കടന്ന് ചരിത്രം സൃഷ്ടിച്ച് 7ാം ക്ലാസ് വിദ്യാർത്ഥി. പല്ലാരിമംഗലം പ്രണവം വീട്ടിൽ രാജീവ് പ്രസീജ ദമ്പതികളുടെ മകനും പോത്താനിക്കാട് സെൻറ് സേവിയേഴ്സ് പബ്ലിക് സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ കാശ്നാഥ് രാജീവാണ് ചരിത്ര നേട്ടം കൈവരിച്ചത്. ശനിയാഴ്ച രാവിലെ 7:25 ആലപ്പുഴ ജില്ലയിലെ ചേർത്തല കൂമ്പേൽക്കരിയിൽ കടവ് മുതൽ കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ച് വരെയുള്ള 11 കിലോമീറ്റർ ദൂരമാണ് ഈ 12 വയസ്സുകാരൻ 2 മണിക്കൂർ 21 മിനിറ്റ് കൊണ്ട് നീന്തി കയറിയത്. രാവിലെ 9:46 നീന്തൽ അവസാനിച്ചു. കോതമംഗലം അക്വാട്ടിക് ക്ലബ്ബ് നീന്തൽ പരിശീലകൻ ശ്രീ ബിജു തങ്കപ്പൻ്റെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ ആറ്റിലായിരുന്നു ഇതിനു വേണ്ടിയുള്ള കഠിന പരിശീലനം പൂർത്തിയാക്കിയത്. നീന്തൽ പരിശീലകൻ ശ്രീ ബിജു തങ്കപ്പൻ്റെ നേതൃത്വത്തിലുള്ള 32ാമത് വേൾഡ് റെക്കോർഡിന് വേണ്ടിയുള്ള ഉദ്യമമാണ് കാശിനാഥിനെ വിജയത്തിലേക്ക് എത്തിച്ചത്. വൈക്കം ബീച്ചിൽ നടന്ന അനുമോദന യോഗം നഗരസഭാ ചെയർമാൻ ശ്രീ അബ്ദുൾ സലാം റാവുത്തർ ഉദ്ഘാടനം ചെയ്തു. തരുണത്തിൽ എല്ലാവർക്കും ഉറപ്പ് നൽകുകയാണ്. അതിന് മുഖ്യമായി ഇതിനെ സംഘടിപ്പിക്കാൻ കഴിയാത്തതിൽ അതൊരു ക്ഷമാപണത്തോടു കൂടിയാണ് ഞാൻ ഈ പരിപാടിയിൽ നിൽക്കുന്നത്. വൈക്കത്തെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ഏതാണ്ട് 59 പേരാണ് നമ്മുടെ ഈ ബിജു തങ്കപ്പൻ്റെ നേതൃത്വത്തിൽ വൈക്കത്ത് ഇവിടെ കായൽ പല സ്ഥലങ്ങളിൽ നിന്നായി നീന്തി കയറി. അത് പല വിഭാഗം കുട്ടികൾ, കൊച്ചുകുട്ടികൾ, 4 വയസ്സുള്ള കുട്ടികൾ, അതുപോലെ മാനസികമായി വികലാംഗം ഉള്ള ആളുകൾ, അങ്ങനെ ഒട്ടനവധി ആളുകൾ ഇവിടെ ഈ പരിപാടികൾ. പ്രതിപക്ഷ നേതാവ് ശ്രീ ഡി രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ ശ്രീമതി റെജിമോൾ, വൈക്കം ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ശ്രീ പി ഷൈൻകുമാർ, പോത്താനിക്കാട് സെൻറ് സേവിയേഴ്സ് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ, ഉദയനാപുരം ശ്രീമുരുക സ്വിമ്മിംഗ് ക്ലബ് മുഖ്യ പരിശീലകൻ ശ്രീ ഷാജികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നീന്തൽ കാണുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി നിരവധി ആളുകളാണ് വൈക്കം ബീച്ചിൽ തടിച്ചുകൂടിയത്. വി വിഷൻ ന്യൂസ്, വൈക്കം.